അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ നഹലിലെ 71-ാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത്. വിഭവങ്ങളും സമ്പത്തും കഴിവും ഒക്കെ അള്ളാഹു മനുഷ്യരിൽ പലർക്കും പല തോതിലാണ് നൽകുന്നത്. ചിലർക്ക് ചിലരെക്കാൾ കൂടുതൽ നൽകുന്നു. മനുഷ്യൻ്റെ സാമർഥ്യവും ബുദ്ധിയും കഴിവും കൊണ്ട് നേടുന്നതല്ല ചിലർക്ക് കിട്ടുന്ന ഈ മെച്ചപ്പെട്ട അവസ്ഥ, മറിച്ച് അള്ളാഹുവിൻ്റെ ഔദാര്യവും അനുഗ്രഹവുമാണത്. സാമർഥ്യവും ബുദ്ധിയും കഴിവുമുള്ളവരെല്ലാം സമ്പന്നന്മാരാവണമെന്നില്ല. അതുപോലെ ബുദ്ധിയും സാമർഥ്യവും കുറഞ്ഞവരും സമ്പത്ത് കൂടുതലുള്ളവരുടെ കൂട്ടത്തിൽ കാണാം എന്നതു തന്നെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് നടക്കുന്നത്, മനുഷ്യൻ്റെ കഴിവുകൊണ്ടല്ല എന്നതിന് തെളിവാണ്. ഈ തത്വം ഇന്ന് പഠിക്കുന്ന ആയത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ടെങ്കിലും ഈ തത്വത്തെ വിവരിക്കലല്ല ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് വിഭവങ്ങളും കഴിവുകളും കൂടുതലുള്ളവർ അത് ഇല്ലാത്തവർക്ക് വിതരണം ചെയ്യുന്ന രീതിയല്ലല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത് എന്നതുപോലെ അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും അള്ളാഹുവിന് മാത്രമുള്ളതല്ലേ. പിന്നെ എങ്ങനെയാണ് ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് വീതിച്ചു നൽകുന്നത് എന്ന ചോദ്യമാണ് ബഹുദൈവ വിശ്വാസികളുടെ നന്ദികേടിന് ഉദാഹരണമായി കൊണ്ട് ഈ ആയത്തിൽ ഉന്നയിക്കുന്നത്. വല്ലാഹു ഫല്ലല ബഅലക്കും അലാ ബഅലിൻ ഫിർ റിസ്കി. അള്ളാഹു നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെക്കാൾ വിഭവങ്ങളിൽ മികച്ചവരാക്കിയിരിക്കുന്നു. ഇവിടെ റിസ്ക് എന്നത് പ്രധാനമായും ഭക്ഷണ വിഭവങ്ങളും സാമ്പത്തിക സൗകര്യങ്ങളും തന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും മനുഷ്യരിൽ ചിലർക്ക് ചിലരെക്കാൾ ഏതോ അർത്ഥത്തിലുള്ള കഴിവുകൾ കൂടുതൽ നൽകപ്പെട്ടിട്ടുണ്ടാവും എന്ന പൊതു അർത്ഥത്തിലും മനസ്സിലാക്കാം. ഏതായാലും ഓരോരുത്തരും ഈ ലോകത്ത് അള്ളാഹു അവർക്ക് നൽകിയതിൽ തൃപ്തിപ്പെടുകയും ഒരാൾ ആഗ്രഹിച്ച അളവിലല്ല അള്ളാഹു നിശ്ചയിച്ച അളവിലാണ് അള്ളാഹു വിഭവങ്ങളും കഴിവുകളും നൽകുന്നത് എന്ന് മനസ്സിലാക്കി ഉള്ളതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയുമാണ് വേണ്ടത്. ഇക്കാര്യം വിവിധ സന്ദർഭങ്ങളിൽ ഖുർആനിൽ പറയുന്നുണ്ട്. പക്ഷേ വിഭവങ്ങൾ നൽകപ്പെടുന്നത് പലർക്കും പല രീതിയിലായിരിക്കും എന്ന തത്വം പറയാനല്ല ഇവിടെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേടിനെ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുവാനാണ് ഇത് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. അതായത് അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിച്ച മനുഷ്യർ, നല്ല സാമ്പത്തിക ശേഷിയുള്ളവർ തങ്ങളുടെ സമ്പത്ത് തങ്ങളുടെ വീട്ടിലെ ജോലിക്കാരായ തങ്ങളുടെ കീഴിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് തുല്യമായി വിതരണം ചെയ്യാറാണോ പതിവ്? അങ്ങനെയാണോ മനുഷ്യൻ ചെയ്യാറുള്ളത്? ഫമല്ലദീന ഫുള്ളിലു ബിറാദ്ദി റിസ്ഖിഹിം. എന്നാൽ വിഭവങ്ങൾ കൂടുതലായി ലഭിച്ച് അനുഗ്രഹിക്കപ്പെട്ടവർ തങ്ങളുടെ വിഭവങ്ങൾ വീതിച്ചു നൽകുന്നില്ല. അലാമ മലക്കത്ത് ഐമാനുഹും. അവരുടെ വലതുകൈ ഉടമപ്പെടുത്തിയവർ മാമലക്കത്ത് ഐമാനുഹും എന്ന് ഖുർആനിൽ പ്രയോഗിക്കുന്നത് യജമാനന്റെ കീഴിലുള്ള ഭൃത്യന്മാർക്കോ അടിമകൾക്കോ ആണ്. ഇവിടെ അള്ളാഹു ഉദാഹരിച്ച് പറയുന്നത് എന്താണ്? ഒരു യജമാനൻ തൻ്റെ സമ്പത്ത് തൻ്റെ കീഴിലുള്ള അടിമകൾക്ക്, ജോലിക്കാർക്ക് വീതിച്ചു നൽകാറില്ലല്ലോ. ഫഹും ഫീഹി സവാ. അവർ അതിൽ തുല്യരാവാൻ വേണ്ടി സമ്പത്തിൻ്റെ കാര്യത്തിൽ ഈ പാവപ്പെട്ട തൊഴിലാളിയും എന്നെപ്പോലെയാവട്ടെ എന്ന് കരുതി സമ്പത്ത് യജമാനൻ തൊഴിലാളികൾക്ക് വീതിച്ചു നൽകുക എന്നത് പതിവുള്ളതോ യുക്തിപരമോ ആയ കാര്യമല്ലല്ലോ. അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കുന്ന ബഹുദൈവ വിശ്വാസികളും ഇക്കാര്യത്തിൽ വ്യത്യസ്തരല്ല. അവരും തങ്ങളുടെ സമ്പത്ത് പാവങ്ങൾ തങ്ങളോടൊപ്പം സമന്മാരാവാൻ വേണ്ടി വീതിച്ചു നൽകുന്നവരല്ല. ഇവിടെ ഭൃത്യന്മാർക്കും പാവപ്പെട്ടവർക്കും തങ്ങളുടെ സമ്പത്ത് വിതരണം ചെയ്തുകൊണ്ട് എല്ലാവരെയും തുല്യരാക്കണം എന്ന് ഈ ആയത്തിലൂടെ ആവശ്യപ്പെടുകയല്ല. അങ്ങനെ മനസ്സിലാക്കരുത്. അങ്ങനെയൊന്നും സംഭവിക്കാറില്ലല്ലോ എന്ന് ഉദാഹരണമായി പറയുക മാത്രമാണ് ഇവിടെ. മാത്രമല്ല, അങ്ങനെ സംഭവിക്കുക എന്നത് ഈ ലോകത്തെ മനുഷ്യ പ്രകൃതിയും ജീവിത രീതിയും അനുസരിച്ച് പ്രായോഗികവുമല്ല. അത് പ്രായോഗികമായിരുന്നെങ്കിൽ ആ തത്വത്തിൻ്റെ വക്താക്കളായ കമ്മ്യൂണിസം ഇത്ര പെട്ടെന്ന് ലോകത്ത് തകർന്നടിയില്ലായിരുന്നല്ലോ. എന്നാൽ സമ്പത്തുള്ളവൻ സമ്പത്തില്ലാത്തവർക്ക് സഹായം നൽകരുത് എന്നല്ല ഇവിടെ പറയുന്നത്. സഹായം നൽകണം, സക്കാത്ത് പോലെയുള്ള നിർബന്ധ ദാനവും സദക്കകളും നൽകണം എന്നതൊക്കെ അള്ളാഹു നിശ്ചയിച്ച നിർബന്ധ നിയമങ്ങളാണ്. എന്നാൽ എല്ലാവരെയും സമന്മാരാക്കുകയല്ല അതിൻ്റെ ഒന്നും ലക്ഷ്യം. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കഴിവിനെ ആ കഴിവില്ലാത്തവർക്ക് ഇവർ വീതിച്ചു നൽകാൻ നോക്കുന്നത്? അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ അടിമകളെ ദൈവിക പങ്കാളികളാക്കിക്കൊണ്ട്
ദൈവം എന്ന നിലക്ക് അള്ളാഹുവിന് മാത്രമുള്ള കഴിവിനെ അത്തരം കഴിവുകളൊന്നുമില്ലാത്ത അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വീതിച്ച് നൽകുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യമാണ് ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹു ഉയർത്തുന്നത്. സമ്പത്ത് നൽകപ്പെട്ട മനുഷ്യൻ യഥാർത്ഥത്തിൽ സമ്പത്തിൻ്റെ ശരിയായ ഉടമയല്ല. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം താൽക്കാലികമായി ഈ ലോക ജീവിതകാലത്ത് ഉപയോഗപ്പെടുത്താനുള്ള അനുവാദം മാത്രമാണ് സമ്പത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും മനുഷ്യർ അതൊക്കെ സ്വന്തമാണെന്ന് അവകാശപ്പെട്ട് മറ്റാർക്കും അത് വീതിച്ചു നൽകാതെ ഉടമസ്ഥപ്പെടുത്തി വച്ചിരിക്കുന്നു. അതേസമയം ഈ മനുഷ്യൻ തന്നെ അള്ളാഹുവിൻ്റെ അധികാരവും അവകാശവും ഉടമസ്ഥതയുമെല്ലാം അവൻ്റെ അടിമകൾക്ക്, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വീതിച്ചു നൽകുന്നത് എന്തുമാത്രം നന്ദികെട്ടതും വിവേകശൂന്യവുമായ നടപടിയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ബിനിഅമത്തില്ലാഹി യജ്ഹദൂൻ എന്നിരിക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെയാണോ അവർ നിഷേധിക്കുന്നത്? അള്ളാഹു നൽകിയ വിഭവത്തെയും ഔദാര്യത്തെയും മറ്റുള്ള ദൈവങ്ങൾ നൽകിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെയും അനുഗ്രഹത്തെയും നിഷേധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിനെയാണ് താക്കീതും മുന്നറിയിപ്പുമായി ഗൗരവത്തിൽ ഈ ആയത്തിൽ ചോദ്യം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.